ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിലെ പെൺകുട്ടികളുടെ, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ഉപയോഗം. ആൺകുട്ടികളുടേതും പറയാനുണ്ട്. അതായത് ശരി വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല, അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയോ. കാരണം ഈ വിഷയത്തിൽ എത്ര കേസാണ് എൻ്റെ അടുത്ത് മാത്രം വരുന്നത്. അത് എൻ്റെ അടുത്ത് മാത്രമല്ല, എല്ലാ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും വരുന്നുണ്ട്. അത്രമാത്രം കേസുകളാണ്. എന്താണ് പ്രണയം എന്ന് പറയുന്നൊരു കേസ് ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നൊരു കാലമാണ്. ഈ പ്രണയം ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വരുന്ന പ്രണയങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇൻസ്റ്റഗ്രാമാണ്, ഇൻസ്റ്റഗ്രാമിലൂടെയാണ്. പ്രണയം നല്ലതാണ്, വളരെ നല്ല പ്രണയമല്ലേ. പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല പ്രണയം വേണം. ഞാൻ പ്രണയം വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അല്ലേ, പ്രണയം നല്ലതല്ലേ? പ്രണയം വേണ്ടേ? പ്രണയം ഇല്ലാത്തൊരു മനുഷ്യൻ്റെ ഹൃദയത്തിനെ പറ്റി വരണ്ട ഹൃദയമായിരിക്കും. പ്രണയം വേണം. കല്യാണം കഴിഞ്ഞാണ് ഭാര്യനെ പ്രണയിച്ചാൽ മതി, ഓ പിന്നെ കണ്ടാലും മതി, അതിനൊക്കെ ഒരു സമാധാനം കിട്ടാനാണ് പ്രണയിക്കണം. എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ. കല്യാണം കഴിച്ചിട്ട് പിന്നെ വേറെ പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്യാം. ഇപ്പം നാളെ ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്നു. എനിക്ക് ആ പെണ്ണിനോട് ഭയങ്കര ബഹുമാനം തോന്നിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണ് നല്ല പെണ്ണ്, ദീനിയായൊരു പെണ്ണ്. കൽബ് നടക്കാനോ നമുക്കറിയില്ല, എന്നാലും മൊത്തത്തിൽ മനസ്സിലായിടത്തോളം ദീനിയായൊരു പെണ്ണ്. ഈ പെണ്ണിൻ്റെ ഭർത്താവ് മര്യാദയ്ക്ക് നിസ്കരിക്കൂല, ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഈ പെണ്ണിൻ്റെ ഭർത്താവ് പല പെണ്ണുങ്ങളായിട്ടും ചാറ്റിങ്ങാണ്. പല പെണ്ണുങ്ങളായിട്ടും നല്ല അഭേദ്യമായ ബന്ധം പലതും ഉണ്ട്. അതിൽ എന്നെ ആ പെണ്ണിനോട് ബഹുമാനം തോന്നിയ ഘടകം എന്താണെന്ന് അറിയാം, ആ പെണ്ണ് ഇന്ന് വരെ ഭർത്താവിൻ്റെ കുടുംബത്തിലോ പെണ്ണിൻ്റെ കുടുംബത്തിലോ വിഷയം പറഞ്ഞിട്ടില്ല. എന്താ കാരണം? എൻ്റെ ഭർത്താവിൻ്റെ ഇമേജ് മോശമായി പോകുന്നു, എൻ്റെ കുട്ടികളെ വാപ്പല്ലേ, എൻ്റെ ഭർത്താവല്ലേ, മൂപ്പര ഇമേജ് മോശമാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കുട്ടിനോട് വിഷയം പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ പെണ്ണ് എന്ത് ചെയ്ത് ബലമായി പിടിച്ച് കൺസൾട്ടിങ്ങിന് കൊണ്ടുവന്നു. അല്ലാഹു തആല സലാമത്താക്കി കൊടുക്കട്ടെ. അങ്ങനെ കുറേ കേസ് വരാറുണ്ട്. പല പെണ്ണുങ്ങളുണ്ട് അങ്ങനെ. ഭർത്താവിൻ്റെ ഇമേജ്, ആ ഭർത്താവിനല്ല, പിന്നെയും അത് മാറാൻ പോകുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ അതേപോലെ പെണ്ണുങ്ങളുണ്ട്. അതേപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പുതിയ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ പണ്ട് നമ്മൾ പഠിച്ച വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അത് രണ്ടാമത് വരുന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ എന്തായാലും ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഏത് ചില ആൾക്കാർ ചിരി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണെന്ന്. സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവില്ല പെണ്ണുങ്ങളെ. നിങ്ങൾ സമ്മതിക്കണ്ടല്ലേ? അതിനെ സമ്മതിക്കണ്ടല്ലേ ചോദിച്ചപ്പോൾ അത് സമ്മതിച്ച് പാവങ്ങൾ അതുണ്ടാവും. എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അറിയില്ലല്ലോ, ബുദ്ധി ഇല്ലാത്തൊരു കാലല്ലേ. അതിങ്ങനെ വെറുതെ അവരിങ്ങനെ ഒരു ഇതൊക്കെ ചിഹ്നമൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു പരിപാടി അത്. അപ്പോൾ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അയാൾ ഈ ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ ഇയാളിങ്ങനെ തിരയും, ആ പണ്ടത്തെ മറ്റേ ആളോട് ഞാൻ ഇങ്ങനെ തിരഞ്ഞ്. അപ്പോൾ ഒരു ദിവസം രാത്രി 11:45 മെസ്സേജ്, അറിയുമോ? അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ ആ അന്നത്തെ പേരൊന്നും കാണുന്നില്ല, ഫോട്ടോ ഇല്ല. എന്നാലും പേരിൻ്റെ ഒരു ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ആയിരിക്കും വിചാരിച്ചു. അപ്പോൾ ഇന്ന ആളല്ലേ. ഞാൻ വിചാരിച്ചു നീയൊക്കെ എന്നെ മറന്നുപോയി കാണുമെന്ന്. എന്നെ എങ്ങനെ മറക്കാനാ? അങ്ങനെ തുടങ്ങല്ലേ. മൊഹബത്തിൻ്റെ ആ ലഡു പൊട്ടും. പിന്നെ ലഡു പൊട്ടിയിട്ട് പിന്നെ ഇപ്പോഴായിട്ട് ചാറ്റിങ്. ഭർത്താവിന് പ്രത്യേകമായിട്ട് ഒരു സന്തോഷം ഇങ്ങനെ കാണാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, ഭർത്താവിൻ്റെ ഇങ്ങനെയുള്ള ഏത് ചെറിയ മാറ്റം കണ്ടുപിടിക്കാൻ പ്രത്യേക കഴിവ് അള്ളാഹു ഭാര്യമാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അള്ളാഹു തആല വലുതാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോഴേ തട്ടിപ്പ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ഭാര്യ ഇത് കാണുമല്ലോ, ഇയാൾ ഇങ്ങനെ ഇത് കളിച്ചു പോകും. പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ എന്തോ ഒരു കഴിവ് അള്ളാഹു തന്നിട്ടുണ്ട്. എത്ര കുരുത്തം കെട്ട കളി ആണുങ്ങൾ കളിച്ചാലും നിങ്ങളത് കണ്ടുപിടിക്കുന്നുണ്ട്. അള്ളാഹു തആല കഴിവ് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചിട്ട് ഇത് കണ്ടുപിടിച്ചു. അതാണ് ഒന്ന്. കൂടെ പഠിച്ചത്. എന്നിട്ട് പ്രണയമായി ചാറ്റിങ്ങായി കാണാൻ ഈ ചങ്ങായിക്കൊന്ന് ആലോചിച്ചൂടെ, ഇവൻ്റെ 35 വയസ്സ് ആ പെണ്ണിനും ഉണ്ടാവില്ലേ? അതൊന്നും അതുപോലെ പണ്ടത്തെ ആളെ ആലോചിച്ചിട്ടായി പോകുന്നത്. ആ പണ്ടത്തെ ആളുടെ അതിനേക്കാളും പ്രായമുള്ള കുട്ടി പെണ്ണിനിപ്പോൾ ഉണ്ടാവും. എന്നിട്ട് കാണാൻ പോകുന്നത്. അതേപോലെ വേറൊന്ന്, ഈ കുടുംബങ്ങൾ തമ്മിലുള്ള കാണാൻ പറ്റുന്നവരും കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ബന്ധങ്ങൾ വഷളായിപ്പോയ മരുക്കളും ഒക്കെ അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് വിഷയത്തിൽ പറഞ്ഞില്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാം മാത്രം പെട്ടെന്ന് നിർത്തട്ടെ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഈ പെൺകുട്ടികൾ നമ്മുടെ പെൺകുട്ടികളൊക്കെ അറിഞ്ഞ പാവങ്ങൾ, അവർ നിഷ്കളങ്കരാണ്. തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഇൻസ്റ്റഗ്രാം എടുക്കുന്നത്. ഇൻസ്റ്റഗ്രാം തെറ്റാണെന്നല്ല ഞാനീ പറയുന്നത്, അങ്ങനെ മനസ്സിലാക്കരുത് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ഹൈറായ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മദീനയിൽ നിന്നുള്ള പാട്ട് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മദീനത്തെ ലൈവ്, അല്ലെങ്കിൽ മദീനത്ത് നിന്നുള്ള എന്താതിൻ്റെ പേര് റീൽസ് കാണാൻ വേണ്ടി മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റാണെന്ന് അങ്ങനെ പറയുന്നത്, അത് തെറ്റല്ല. അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു ഉസ്താദിനെ അല്ലെങ്കിൽ ഒരു മാദീൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം നോക്കുന്ന ആൾക്കാരുണ്ടാവും. അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇൻസ്റ്റഗ്രാം മൊത്തത്തിൽ തെറ്റാണെന്നല്ല പറയുന്നത്. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതിന് അറിയാതെ വന്നു കഴിഞ്ഞാലുള്ള അബദ്ധമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഒരു 13-14 വയസ്സാകുമ്പോൾ ഇൻസ്റ്റഗ്രാം എടുക്കും. അത് ഇവർക്ക് അറിയൊന്നുമില്ല. ഏതോ ഒരാൾ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ സംഭവമുണ്ട്, അത് ഇങ്ങനെ ആക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ആക്കൂ. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ പേരൊക്കെ വെച്ച് ഫാത്തിമ ലുബാബ എന്ന പേരൊക്കെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഏതോ ഒരു ചങ്ങായി
ഏതെങ്കിലും പെൺകുട്ടിയുടെ പേര് കാണാമെന്നൊക്കെ ഓരോരുത്തർ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചാറ്റ് ചെയ്യും, ഹായ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഭയങ്കര എടി ഒരു ഷെറിൻ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി ചാറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ പെൺകുട്ടിക്ക് ആ എക്സൈറ്റ്മെൻ്റ് ആവും. അപ്പോൾ കൂട്ടുകാരോട് ചിന്ത കാട്ടേണ്ടി, ഹായ് തിരിച്ചു പഠിച്ചാൽ ഞാനും അങ്ങനെ ചെയ്യാറുള്ളത്. ഒരു 3-4 ആൾ പിന്നോട് അങ്ങനെ ഹായ് എടുക്കാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെ ആ ബന്ധം ഹായ് ഇങ്ങനെ മൂത്ത് പിന്നെ ഫോൺ നമ്പറായി, ചാറ്റിങ്ങായി. പിന്നെന്തായെന്ന് പറയുന്നത്, വാപ്പയും ഉമ്മ ഇത് എന്നാ അറിയാമെന്നറിയോ? ഒന്നുകിൽ കല്യാണം അന്വേഷിക്കുമ്പോൾ എത്ര പുതിയാപ്പിള്ളേർ വന്നാലും ഈ പെൺകുട്ടിക്ക് പറ്റൂല. അപ്പോൾ എന്താ ഇവിടെ പറ്റില്ല എന്ന് പറയും. ലാസ്റ്റല്ലേ കാരണം മനസ്സിലാകുന്നത്, മറ്റോന് പ്രായമായിട്ടില്ല, ഓന് വേണ്ടി കാത്തിരിക്കുക. ഏത് ഇൻസ്റ്റഗ്രാമിൽ ഓൻ്റെ സംസ്കാരം എന്താണ്? ഓൻ കള്ളുടിയനാണോ, ഓൻ പെണ്ണുടിയനാണോ, ഓൻ മയക്കുമരുന്നിൻ്റെ ഒന്നും അറിയില്ല, ഓൻ ദീനുണ്ടോ അതും അറിയില്ല. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ടു, അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഓന് വേണമെന്ന് വാശി പിടിക്കുക. എത്ര കുടുംബങ്ങൾ അതിൻ്റെ പേരിൽ തകർന്നു പോയിട്ടുണ്ട്. എനിക്കറിയുന്ന ഒരു കുടുംബമുണ്ട്, വാപ്പ സ്ട്രോക്കായി പോയി, മോള് വാപ്പ ദീനിയായി പള്ളി കമ്മിറ്റീൻ്റെ ഒക്കെ പ്രധാന നേതാവ് ആ നാട്ടിലെ മഹലിൻ്റെ. അയാളുടെ മോൾ ഇങ്ങനെ വേറെ ഒന്നിനും പറ്റാത്തൊരു ചങ്ങായി, ഒരു മയക്കുമരുന്നൊക്കെ അടിച്ച് നടക്കുന്ന ഒരു ചങ്ങായിനെ കല്യാണം കഴിക്കുന്നത് വാശി പിടിച്ചപ്പോൾ ഈ ബാപ്പ അവസാനം തലകറങ്ങി വീണു. അയാൾ സ്ട്രോക്കായി, പാർഷ്യലി പാരലൈസ്ഡായി. അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ബോധം വന്നത്, പഠിച്ചവനെ എനിക്ക് കല്യാണം തന്നെ വേണം, എൻ്റെ ഉപ്പാനെ നോക്കാൻ വേണ്ടി ഞാൻ ബാക്കി ജീവിതം മുഴുവനും മാറ്റി വെക്കുകയാണെന്ന്. ആ പെൺകുട്ടി ഇപ്പോൾ വാപ്പാനെ നോക്കിയിരിക്കുക. അവിടെ കല്യാണം നോക്കുന്നുണ്ട്, പക്ഷേ ആ പെൺകുട്ടി ഇപ്പോഴും പറയും എനിക്ക് വാപ്പാനെ നോക്കിയാൽ മതി, എൻ്റെ വാപ്പാൻ്റെ ഗുരുത്തക്കേടാണല്ലോ എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് വാപ്പ ബോധം കിട്ടി വീഴേണ്ടി വന്നു ആ പെൺകുട്ടിക്ക് ബോധം വരാൻ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്യണം നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തിനാണ് ഇൻസ്റ്റഗ്രാം? ഞാൻ എല്ലാ സമയത്തും പറയുന്നൊരു കാര്യമാണ്, പെൺകുട്ടികൾക്ക് കാരണം എന്താണെന്നറിയോ, എപ്പോഴാണ് അപകടം പറ്റുക നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഒരു മാതാപിതാക്കൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് പറയാൻ, സാറേ അത് കുഴപ്പമൊന്നുമില്ല സാറേ, അങ്ങനെ വലിയ വിഷയമൊന്നും ആക്കേണ്ടതില്ല, ഉപയോഗിച്ചോട്ടെ, ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ, ആരപ്പോൾ നിർബന്ധിച്ചിട്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞേ. പക്ഷേ നാളെ മറ്റന്നാൾ പ്രണയമാണ് പറഞ്ഞിട്ട് വരാൻ പാടില്ല, അവിടെ വിഷയം. നാളെ മറ്റന്നാൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കുഴപ്പമില്ല, അതൊക്കെ പുതിയ കാലത്തുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ അല്ലേ, കുറച്ചൊക്കെ ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ടാവും നിങ്ങൾ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, എത്ര സുന്ദരമായ വിശാലമായ നിലപാടല്ല അത്. ജ്ഞാനാത്വത്തിൽ ഏകത്വമല്ലേ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഹറാമാണോ? അത് അല്ല. പക്ഷേ വിഷയം എന്താണെന്നറിയോ, നാളെ ഈ കാമുകനുണ്ടല്ലോ ചാറ്റ് ചെയ്യുന്നേ, ഓൻ്റെ കൂടെ അവൾ കറങ്ങാൻ പോയാലും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. ഓൻ്റെ കൂടെ കറങ്ങുന്നതിനിടയിൽ റൂം എടുത്താലും കുറ്റം പറയാൻ പാടില്ല. റൂം എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാലും കുറ്റം പറയാൻ പാടില്ല. സമ്മാനമായി ട്രോഫി കിട്ടിയാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നൊരു വിശാല മനസ്കത കാണിക്കണം. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞത്? അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ എൻ്റെ കുടുംബത്തിൽ ഒറ്റ കുട്ടി സാധനം ഉപയോഗിക്കൂല. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഇല്ല, എൻ്റെ പേരിലൊരു അക്കൗണ്ട് ഉണ്ട്, അത് ഞാൻ എൻ്റെ സമ്മതത്തോടെ വേറൊരാൾ ഉപയോഗിക്കുന്നതാണ്. ചില ഇങ്ങനെ ക്ലിപ്സൊക്കെ വിടാൻ വേണ്ടിയിട്ട്, നമ്മുടെ സംസാരത്തിൻ്റെ ക്ലിപ്സ് വിടാൻ വേണ്ടി എൻ്റെ സമ്മതത്തോടെ വേറൊരാൾ ചെയ്യുന്നതാണ്. എൻ്റെ മോൻ നോക്കിയാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, ഞാൻ എടുക്കാറില്ല. സമയമില്ല മക്കളെ, സമയമില്ല. എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, അതെന്നെ 3-4 മാസം കൂടുമ്പോൾ ഒരു പോസ്റ്റ് ചെയ്താൽ അതിന് എന്തെങ്കിലും ഒരു ഹൈറായ കാര്യം ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യും. പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക, അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിക്കേണ്ടി വരും, ഫേസ്ബുക്ക് ഉപയോഗിക്കേണ്ടി വരും, യൂട്യൂബ് ഉപയോഗിക്കേണ്ടി വരും. അത് നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗം, ഹലാലായ ബിസിനസ്, അതിന് വേണ്ടി വരും. അത് ഞാൻ പറയാം, സോഷ്യൽ മീഡിയ അടച്ചാക്ഷേപിക്കല്ല ഞാൻ ചെയ്യുന്നത്. ചെറിയ കുട്ടികളില്ലേ കല്യാണം, അവർക്ക് വേണ്ട, കല്യാണം കഴിക്കാത്ത കുട്ടി അവർക്ക് വേണ്ട. കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ഭർത്താവായിട്ട് തീരുമാനിച്ചോട്ടെ. ഇനി വേറെ കാര്യമുണ്ട്, ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കാൻ സമ്മതം കൊടുക്കുന്ന ഭർത്താവ് വേണോ തീരുമാനിക്കേണ്ട വേറെ വിഷയമാണ്, അത് വേറെ കാര്യം. അല്ലെങ്കിൽ കുട്ടികൾ ചാടിപ്പോയിട്ട് പിന്നെ നിങ്ങൾ കൗൺസിലിങ്ങിന് വേണ്ടി വരാൻ പാടില്ല, അതാ വിഷയം. എന്നിട്ട് ഞാൻ ചോദിക്കാം, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പണ്ടേ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അത് പ്രശ്നമില്ല സാറേ ഞങ്ങൾ വിചാരിച്ചു. നിങ്ങളങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ സഹോദരങ്ങൾ, ഞാനിത് പറയാനുള്ള കാരണം അത്രയും കേസ് കണ്ടതുകൊണ്ടാണ്. മിഞ്ഞാന്ന് വന്നിട്ടുണ്ടൊരു കേസ്, അതിൻ്റെ 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടൊരു കേസ്. നമ്മളെ ഉമ്മത്തിൽപ്പെട്ട കേസുകളാണ് ഈ വരുന്നത്. ഇതൊന്നും തെറ്റില്ല, ശരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിശാലമായിട്ട് ലിബറലിസത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെയാണ് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കെൻ്റെ വേദന മനസ്സിലാവും. കാരണം എനിക്കൊരു പെൺകുട്ടി ഉണ്ട്, എൻ്റെ 3ാമത്തെ കുട്ടി പെൺകുട്ടി, 2 ആൺകുട്ടിയുടെ പെൺകുട്ടി എനിക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ 3ാമത്തെ പെൺകുട്ടി ഫാത്തിമ എന്നാണ് അതിൻ്റെ പേര്. അതിനിപ്പോൾ 2.5 വയസ്സായിട്ടുള്ളൂ. ആ ഫാത്തിമ എന്നുള്ള പെൺകുട്ടീനെ ഒരു വാപ്പ എന്നുള്ള നിലക്ക് എൻ്റെ നെഞ്ചത്തിട്ടിട്ടാണ് ഞാൻ വളർത്താറുള്ളത്. എനിക്കതിൻ്റെ വേദന അറിയാം.